ശരിക്കും പറഞ്ഞിട്ട് അമ്മു ഇതെന്താ സംഭവം? ഒരുത്ത റോങ് ഏറി വരെയാണ് ഇവനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്ത്. ഇവനല്ല സുന്ദരതര ചിരാഗ ദരഹര. ഓക്കെ, പിന്നെ നല്ല റഫായിട്ടുള്ള ഷൂസൊക്കെ ഇട്ട് വരിക, ചറക്കി അടിച്ച് വീഴാതിരിക്കുക, ചറക്കി അടിച്ച് വീഴാതിരിക്കുക മക്കളെ. ഈ മഴക്കാലത്ത് ആരെങ്കിലും വെള്ളച്ചാട്ടത്തിലേക്ക് പോവോ എന്നുള്ള ചോദ്യം അത് ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് നിങ്ങൾ വെള്ളച്ചാട്ടങ്ങളിലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പോകാൻ പാടില്ല. അപ്പം ഞാൻ ഈ ഒരു ടൈമിൽ പോകുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് അതിൻ്റേതായിട്ടുള്ള ക്യാഷിനും പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. സോ മഴക്കാലങ്ങളിൽ നിങ്ങൾ വെള്ളച്ചാട്ടങ്ങളിലും മലകയറ്റങ്ങളൊന്നും കയറാൻ പോകരുത്, വളരെ റിസ്ക്കിയാണ്. മലകയറ്റം ഒട്ടും ചെയ്യരുത്. വെള്ളച്ചാട്ടവും അതുപോലെ തന്നെയാണ്. വെള്ളത്തിൻ്റെ ഫോഴ്സും എല്ലാം കൂടുതലായിരിക്കും, ക്വാണ്ടിറ്റി ഡിസ്ചാർജ് വളരെ കൂടുതലായിരിക്കും മഴക്കാലത്ത്. സോ വളരെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പോലും പെട്ടെന്ന് തന്നെ വലിയ വെള്ളച്ചാട്ടങ്ങളായി മാറാൻ നിമിഷ നേരം മതി മഴക്കാലത്ത്. സോ മേളിൽ നിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ ടോട്ടലി ഇറ്റ് വിൽ ജസ്റ്റ് ട്രാഷസ് ഓൾ എന്നുള്ളതാണ്. സോ വെള്ളച്ചാട്ടങ്ങളൊന്നും പോകാൻ പാടില്ല. സോ അങ്ങനെ ഒരു പ്രിക്കോഷനും കൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കരമനയുള്ള തെലുങ്ക് ചെട്ടി സ്ട്രീറ്റാണ്. നമ്മുടെ കൂട്ടുകാർ, പിള്ളേർ, 2K ഫ്രണ്ട്സ്, 2K ബോയ്സ്, എല്ലാ ബോയ്സും ഉണ്ട് ഇവിടെ. 2K, 3K, 4K, 5K എല്ലാം ഇവിടെയുള്ള പിള്ളേരൊക്കെ നമ്മുടെ കമ്പനികളാണ്. കരമന നമ്മുടെ എൻ്റെ പാപ്പനംകോടിനെക്കാട്ടിലും കരമനയാണ് നമ്മുടെ മെയിൻ സ്ഥലം. നമ്മൾ കരമനയാണ്. സോ പഠിച്ചത് ഇവിടെയാണ്. സോ ഫ്രണ്ട്സെല്ലാം ഇവിടെ ചുറ്റുപാടുള്ള ആൾക്കാരാണ്. സോ അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അതുകൊണ്ട് ഞാൻ MMRHSലും തിരുവനന്തപുരം SMV സ്കൂളിലുമാണ് ശരിക്കും പറഞ്ഞാൽ പഠിച്ചത്. സോ ഈ SMV സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇവിടുത്തെ ഏറ്റവും അടിക്ക് പേര് കേട്ടൊരു സ്കൂളാണ് മോഡൽ സ്കൂളിൻ്റെ കൂടെ. മോഡൽ സ്കൂൾ രക്ഷയില്ല, അതല്ല, മോഡൽ സ്കൂൾ SMV തമ്മിലാണ് കാലാകാലങ്ങളായിട്ട് ആ ഒരു മത്സരം. അതുകൊണ്ടിട്ട് ഇത് കുഞ്ചാലമൂട് ജംഗ്ഷനിലേക്ക് എത്താറായി. ഇവിടെ എപ്പോഴും ഭയങ്കര ബ്ലോക്കാണ്. ഭയങ്കര ഒരു ദുരന്ത സ്ഥലമാണ് സത്യം പറയാലോ. ഏണിയും ഭയങ്കര കൂടുതലാണ്. സോ പക്ഷെ ഇവിടെ കൂടെയാണ് എന്നും പോകുന്നു. ഇവിടെ കൂടെ പോകാത്തൊരു ദിവസം പോലും ഇല്ല. ഇവിടെ കൂടെ ആണല്ലോ ഫുൾ യാത്ര. നമുക്ക് പൂജപ്പുര വഴുതക്കാടൊക്കെ പോകണമെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും ഷോർട്ടസ്റ്റ്. മറ്റേത് ഇതിലും മെനക്കേടാണ്. കിള്ളിപ്പാലം ഇതിലും ടാസ്ക് പിടിച്ചൊരു സ്ഥലമാണ്. സോ അതുകൊണ്ടിട്ട് നമ്മൾ സൂക്ഷിക്കണം വളരെയധികം. അങ്ങനെയുള്ള അടിപൊളി ടാസ്ക് പിടിച്ചൊരു സ്ഥലം കണ്ടില്ലേ, കൊണ്ടുവന്ന് കയറ്റുകയാണ്. ഇത്തിരി സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ വരും ആട്ടോക്കാർ. ഒരു സൂചി കുത്താനുള്ള സ്ഥലം കൊടുത്താൽ അവിടെ കൊണ്ടുവന്ന് കയറ്റും. ഫ്രണ്ടിലത്തെ ടയർ കൊണ്ടുവന്നിരുന്ന് മുക്കി കയറണം. പിന്നെ ആരും മോശമൊന്നുമല്ല, എല്ലാവരും റോങ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. സോ വേറെ വലിയ കാര്യമൊന്നുമില്ല. ഗിയർ ക്ലച്ച് പിടിക്കാതെ മാറിയ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ക്ലച്ച്ലെസ് അപ്പ് ഷിഫ്റ്റ് ചെയ്യണം. ഇതിൽ കിടിലോട്ട് മാറുന്നുണ്ട്. ഡോമിൽ ചെയ്യാറുണ്ട്, ഹയർ RPM നമ്മൾ അതൊക്കെ ചെയ്യാവും. ലോവർ RPM ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തേഞ്ഞൊട്ടും. സോ യു മസ്റ്റ് ഗോ. സോ
സോ ഗ്രേറ്റ്. അടിച്ചോട്ടിലാണ് KGF എന്നായിരുന്നല്ലേ ശരിക്കും പറഞ്ഞാൽ. KGF ഒന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആർട്ടക് മാളിൽ പാറ്റൂർ പോയി കണ്ടു. അന്നൊന്നും ഒരു തിരക്കും ആ പടത്തിനില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് ടി വിയിലൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ ട്രെൻഡൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് അത് വലിയ സംഭവം. KGF ഒന്ന് കാണാനൊന്നും ഒട്ടും, ഞാൻ കയറിയ തിയേറ്ററിൽ വെറും കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആകെ കുറച്ച് പെണ്ണുങ്ങളെന്തോ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ അവിടെ ഇവിടെ. അവർ കൈയടിക്കണ കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ അവർക്കപ്പോൾ ഇവനൊക്കെ അറിയോ. ഞാൻ യാഷിൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്. യാഷിൻ്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. യാഷിൻ്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ റോങ് ആയിട്ടുള്ളൊരു സ്ഥലം ഈ തിരുവനന്തപുരം ജില്ലയിൽ വേറെ ഇല്ല. അതുപോലുള്ളൊരു റോങ് സ്ഥലമാണ് ഇത്. ഒരുത്ത റോങ് ഏറി വരെയാണ് ഇവനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളത്. ഇവനല്ല കേട്ടോ, ഒരു മാമൻ. സോറി, നമ്മളെ തന്നെ പാനിക്കാക്കും ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാർ. സോ അതാണ് മെയിൻലി ആക്സിഡൻ്റ് ആകുന്നതിൻ്റെ കാര്യം. പാനിക് സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ല കേട്ടോ. ഉണ്ടാവർ കാണുമായിരിക്കും, പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഓരോ സമയം ഇതുപോലും ഒരുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ട് കാര്യമില്ല. എതിരെ പറഞ്ഞ ആൾക്കാരും അതുപോലെ ബിഹേവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പെട്ടു. സോ അങ്ങനെ അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു, നമുക്കിപ്പോൾ ഇത് മറ്റേ ഇതാണ് ബ്ലൈൻഡ് സ്പോട്ടാണ്. സോ നമ്മളൊരിക്കലും ഈ സമയങ്ങളിലൊന്നും ഓവർടേക്ക് ചെയ്യാൻ നോക്കരുത്. പക്ഷെ പലരും ഇതൊന്നും ശ്രദ്ധിക്കാതെ ഓടിക്കണതാണ് പണിയാണ്. എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. ചില ദിവസങ്ങൾ നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ട് എന്നും അതുപോലെ വേണമെന്നില്ല. മറ്റൊരു ദിവസം അതൊരു ഹ്യൂജ് ക്രാഷിലേക്ക് നയിക്കാം. സോ ബി അലേർട്ട് വൈൽ ഡ്രൈവിംഗ്. ആൾക്കാരെ തിരിച്ചറിഞ്ഞ് വണ്ടി ഓടിക്കുക എന്നുള്ളത് ഓരോരോ മൈൻഡ് സെറ്റിനനുസരിച്ച്. സോ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വഴി പോകണോ? ഇവിടെ വേലയൊക്കെ ഉണ്ട്, അതാണ് ഒരു ടാസ്ക്. ഇന്നലെ രാത്രി പാപ്പനം കൂടെ ചെക്കിങ് ഉണ്ടായിരുന്നു. ലൈസൻസൊക്കെ കാണും. ഞാൻ ലൈസൻസ് എടുത്തില്ലായിരുന്നു കേട്ടോ. ഫോണിലുണ്ടായിരുന്നു. ഫോൺ മാറിയതുകൊണ്ട് ഫയലും പോയി. അങ്ങനെ ലാസ്റ്റ് വീട്ടിൽ വിളിച്ചു പറഞ്ഞ് അയപ്പിച്ച് വാങ്ങിച്ചാണ് കാണിച്ചത്. വേറെ സീനൊന്നുമില്ല. ഇല്ല, പുള്ളി പറഞ്ഞു രാത്രി കാലങ്ങളിൽ ചെക്കിങ് ഉണ്ടാകും, ലൈസൻസിൻ്റെ ഫോട്ടോ എടുത്ത് വച്ചിരിക്കണമെന്ന്. വളരെ നല്ലൊരു ബിഹേവിയർ ആയിരുന്നു. നേമം പോലീസ് സ്റ്റേഷൻ. ഇതാണ് കുശക്കോട് മഹാദേവ ക്ഷേത്രം. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനകെ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനകെ നമോ നമോ. സുന്ദരതര തീരാഗധര സുന്ദരതര തീരാഗധര ഹര ഗംഗാധര ഗജ ചാഴ്വാംബരധര ഗംഗാധര ഗജ ചാഴ്വാംബരധര. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനകെ നമോ നമോ. ഏത് വഴി പോകാം? ഒരു അടിപൊളി ഈ വഴി പോകാം. ആ ഏരിയ ഈ ഏരിയ എന്നൊന്നുമില്ല, വിട്ടുപിടി. അതെന്ത് കോമഡിയാണ്. ഇപ്പം KGF ആരുമില്ലായിരുന്നു. പിന്നെ അത് ഫോണിലൊക്കെ ട്രെൻഡായതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞിട്ട് അമ്മു ഇതെന്താ സംഭവം.
പാനിക്കാക്കല്ലേ. അതെന്താ സംഭവം കാണിച്ചത്? പാവം മാമ പേടിക്കണ്ട, എൻ്റെ ക്യാമറ ഉണ്ട്. മാമന് വേണ്ടി ഞാൻ വരും സുപ്രീം കോടതി വരെ. പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ സ്കൂൾ ടൈമിൽ പിള്ളേരെ വിളിക്കാനായിട്ട്. സ്ത്രീകൾ ഇറങ്ങും. സോ ബി അലേർട്ട്. നിങ്ങൾ വളരെ റിസ്കിലാണ്. ഏറ്റവും ഹൈ റിസ്കിൽ നിങ്ങളിരിക്കുന്ന സമയം സ്ത്രീകളുടെ കൂടെ നിൽക്കുമ്പോഴാണ്. ഞാനൊരിക്കലും സ്ത്രീകളുടെ അടുത്ത് അധികം നിൽക്കാറില്ല. എപ്പോഴും അധികം ദൂരെ മാറിയിരിക്കും. ഒരു 100 മീറ്ററെങ്കിലും ഞാൻ കഴിവതും അവരിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത്രയും റിസ്കി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ 1-2 പേര് ചെറുതായിട്ട് സൈക്കിൾ ബാലൻസും അത്യാവശ്യം സൈക്കിൾ ബാലൻസ് ഉള്ളത് കൊണ്ട് വേഷം കെട്ടുമായിട്ട് റോഡുകളിലുണ്ട് കുറച്ച് പിള്ളേർ. സോ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നാൾ 2 പെണ്ണുങ്ങളുമായിട്ട് ഞാൻ സീനായി. അവരെന്നെ തെറി വിളിക്കുകയാണ്. നീ പോടാ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കേട്ടില്ല എക്സാക്റ്റായിട്ട്. ഭയങ്കര സീൻ. ഞാൻ വിട്ടുകൊടുത്തില്ല ഫ്രണ്ട്സ്. ഞാൻ സാധാരണ സ്ത്രീകളെ ഒന്നും പറയാറില്ല. അവളുമാർ റോങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ. അതും മറ്റേ നമ്മുടെ പോത്തീസില്ലേ, പോത്തീസിൻ്റെ അവിടെ നിന്ന് ആയുർവേദ കോളേജിൻ്റെ സിഗ്നൽ ഉണ്ടല്ലോ, ആ സിഗ്നൽ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ വെച്ച് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു മൂലയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. മാക്സിമം ഇത്രയും ലെഫ്റ്റ് സൈഡ് ഒതുക്കിയൊന്നും ഒരുത്തനും പോകണം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇവളുമാർ എൻ്റെ അടുത്തുകൂടെ വന്നിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഒരൊറ്റ ഒടിക്കൽ. എന്നിട്ട് പറയണ ഹെൽമെറ്റ് പോയതാണ്. ഞാൻ കണ്ടായിരുന്നല്ലോ, ഒന്നും പോയില്ല. അവളുടെ കയ്യിൽ നിന്ന് ബാലൻസ് പോയതാണോ എന്നുള്ളതല്ല, അതൊന്നും എനിക്കറിയില്ല. ഒറ്റ ഒടിയലായിരുന്നു. ഞാൻ ടാസ്ക്കാണ്. ആക്സിഡൻറ്റ് ക്രാഷ് ആവുമായിരുന്നു ഉറപ്പായിട്ട്. ഇങ്ങനെ രക്ഷപ്പെട്ടാൽ ജസ്റ്റ് മിസ്സാണ്. ദൈവത്തിൻ്റെ ഒരു ഇതും പിന്നെ എൻ്റെ സ്കില്ലും കൊണ്ട് മാത്രമാണ് ഒന്നും പെട്ടത്. എന്നിട്ട് ഞാൻ പോയി എന്താ കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ എന്നത്ത് ചൂടാവാണ്. പ്രത്യേകിച്ചും പിറകിയിരുന്നൊരു പെണ്ണ്. ഭയങ്കര റോങ് എന്ന് പറഞ്ഞാൽ റോങ്. ഞാനും കുറേ ചൂടായി എൻ്റെ അടുത്ത് ഇങ്ങോട്ട്. അപ്പം ഞാൻ നല്ല രീതിയിൽ തിരിച്ച് പറഞ്ഞായിരുന്നു. കുറേ കഴിഞ്ഞപ്പം നമ്മളിപ്പോൾ വന്നുകൊണ്ടിരുന്നില്ലേ ഈ ഭാഗത്ത് വെച്ച് അവരെ വീണ്ടും കണ്ടിരുന്നു അന്നത്തെ ദിവസം. അപ്പോഴും ഇൻഡിക്കേറ്റർ ഇടാതെ തിരിഞ്ഞു പോകണുണ്ട് എൻ്റെ ഫ്രണ്ടിൽ കൂടെ. സ്ഥിരം അവരെന്താണോ എന്തോ ഒരേ സ്ഥലത്ത് 2 സ്ഥലത്ത് വെച്ച് റോങ് കാണിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇത് സ്ഥിരം പരിപാടിയാണ്. അത് എന്ത് റിസ്ക്കിയാണ്. വേറെ ഈ പ്രായ അമ്മമാരൊക്കെയാണ് ഇവരുടെ ഇതിലൊന്ന് ചാടണമെങ്കിൽ അവരെപ്പോൾ തട്ടിപ്പോവും, എപ്പോൾ ക്രാഷെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട. നമ്മൾ ചെറുപ്പക്കാരാണ്, നമ്മൾ സ്കില്ലാണ്, അതുകൊണ്ടല്ലേ. എല്ലാവർക്കും ആ സ്കില്ലുണ്ടോ? എല്ലാവർക്കും ആ സ്കില്ലില്ല. കുറച്ച് പേർക്ക് സ്കില്ലുണ്ടാവും. നമ്മൾ മറ്റുള്ളവരുടെ അൺസ്കിൽനെസ്സും അനുസരിച്ചാണ് വണ്ടി ഓടിക്കേണ്ടത്. അവർക്ക് എതിരെ പറഞ്ഞതിൽ സ്കില്ലില്ല എന്നുള്ള രീതിയിൽ വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. സ്കില്ലുണ്ടെങ്കിലും അത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ അറിയാൻ പറ്റും? ഈ ദൂരെ എന്ന് പറഞ്ഞ ആൾക്കാരെതിരെ നമുക്ക് പേഴ്സണലി യാതൊരു പരിചയമില്ല. ഒരു സ്കിൽഡ് മനുഷ്യൻ്റെ മനസ്സല്ലേ, അറിയാമെങ്കിൽ എന്താ. ഒരു നിമിഷം മാറി എത്ര സ്കിൽഡായിട്ടുള്ള ആളും അൺസ്കിൽഡാവും. ശ്രദ്ധ, അതാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ മെയിനാക്കുന്നത്. അത് മാറിയ ഏത് സൂപ്പർ ബൈക്കറാണെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഇടും. അവർ ക്രാഷാവും എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാവും. വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കില്ല. സോ അതുകൊണ്ടിട്ട് അലേർട്ട്, ഈ അലേർട്ട് വൈൽ ഡ്രൈവ്, പ്രത്യേകിച്ചും 2 വീലറാണ്. 2 വീലറിനെ അങ്ങനെ 2 വീലർ വേറെ 2 ടയറിൽ നിൽക്കുന്നതാണ്. കാറുകാർ കാണിക്കുന്ന പോലെ 2 വീലർ കാണിക്കാൻ നിൽക്കരുത്. കാറ് 4 ടയറിലാണ്. അതിന് പ്രത്യേകിച്ച് കൺട്രോൾ മാത്രം മതി. വേറെ അവരൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല. ഈ കാറിൽ വേഷം കിട്ടി കാണിക്കുന്ന കുറേ പേരുണ്ട് 2 വീലേഴ്സിനോട്. 2 വീലറിൽ ഇതുപോലെ കാണിച്ചു തന്നാൽ സമ്മതിച്ചു തരാം. കാർ ഓട്ടിക്കുന്ന പോലെ കാറിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ബട്ട് അവർക്ക് വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് നമ്മൾ 2 ടയറിൽ മാത്രം നമ്മുടെ ബാലൻസിലാണ് 2 വീലർ നിൽക്കുന്നത്. അപ്പോൾ അത് വ്യത്യസ്തമാണ്. 2 വീലർ റൈഡ് ചെയ്യാനാണ് ഏറ്റവും റിസ്ക്. ബാക്കിയുള്ളതൊക്കെ പിന്നെ എളുപ്പമാണ്. ഒരു ലോറിയും കാറൊക്കെയാണ് ആരെയും വന്ന് അങ്ങനെ തട്ടാൻ ശ്രമിക്കില്ല. 2 വീലറിൻ്റെ അടുത്ത് അങ്ങനെയല്ല. 2 വീലറിൻ്റെ അടുത്ത് എല്ലാവർക്കും ഒരുതരം കടി കൂടുതലാണ് പൊതുവേ. ഒരു ലോറിയുടെ അടുത്തൊന്നും ആരും ചൊറിയാൻ പറ്റില്ല. KSRTC ബസ്സിന്, നോർമൽ ബസ്സിനൊക്കെ ആരെങ്കിലും സൈഡ് കൊടുക്കുമായിരിക്കും. ഒരിക്കലും ചെയ്യില്ല, കാരണം ഇടിച്ച ചെതറുമെന്ന് അവർക്കറിയാം. പക്ഷേ 2 വീലർ ഇടിച്ചു കഴിഞ്ഞാൽ അവരുടെ വണ്ടിക്കൊന്നും പറ്റൂല എന്നുള്ള ധൈര്യമാണ് ഈ കാറുകാർക്കും ഓട്ടോക്കാർക്കും. അല്ലെങ്കിൽ ഇതൊക്കെ കാറ്, ഓട്ടോ, ബസ്സുകാർക്കൊന്നും ഒരു പേടിയില്ല. 2 വീലറുകാർ ഇത്രത്തോളം. പിന്നെ 2 വീലറുകാരും ഭയങ്കര റോങ് ആണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീലർ ഒരു രക്ഷയില്ലാത്ത റോങ് ആണ്. അല്ല, ഒരു രക്ഷയില്ലാത്ത റോങ്. 2 വീലറുകാർ മോശമൊന്നുമല്ല. ചെറിയൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകും. കാർ ഓട്ടിക്കുന്നവരും ചില സമയങ്ങളിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം
ടൂ വീലറുകാർ റോങ് കാണിക്കും, എല്ലാവരും. അങ്ങനെ ഇന്ന ആൾക്കാരൊന്നുമില്ല, ഓട്ടോക്കാർ മാത്രമാണ്, ഒരിക്കലും അല്ല. എല്ലാത്തരം ആൾക്കാരും റോങ് ആയിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ജസ്റ്റ് മിസ്സും ഭാഗ്യവും അതൊക്കെ കൊണ്ടങ്ങ് പോകും. ബാലൻസ് ഉണ്ടായിരിക്കാം, ബാലൻസിൽ കാര്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ബാലൻസ് കൊണ്ട് മാത്രമല്ല, നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാതെ നമുക്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിർത്തേണ്ടിടത്ത് നിർത്തണം, നിർത്താൻ പാടില്ലാത്തടത്ത് നിർത്തരുത്, നിർത്തി കൊടുക്കേണ്ടിടത്ത് നിർത്തി കൊടുക്കുക. അങ്ങനെയൊക്കെ ഇവിടെ ഈ കേരളത്തിലൊക്കെ നല്ല റോഡാണ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റോഡാണ്. അയ്യേ അങ്ങനെ പറയാനൊന്നും കുഴപ്പമില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും പോയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളെ കേരളം വിട്ട് നിങ്ങൾ പോയി നോക്കും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേരളം എന്താണ്. കേരളം കിടുവാണ്. കേരളത്തിലുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും നല്ല അന്തസ്സായിട്ട് തല ഉയർത്തി തന്നെ നിൽക്കണം, നമ്മുടെ വിജയൻ സാർ ഉൾപ്പെടെ. അതുപോലെ പടച്ചു വെച്ചിട്ടുണ്ട് കേരളത്തിന്. ഇവിടെ എന്തൊക്കെയായാലും ഹൈജീനും വൃത്തിയുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇല്ലെന്നുള്ളൂ, ഒന്നോ രണ്ടോ സ്ഥലം, കുറച്ച് സ്ഥലങ്ങൾ, അല്ലാതെ ഇവിടെ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. സോ വട്ടിയൂർക്കാവൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ്. ഞാൻ അതൊന്നും പറയാൻ മറന്നു കേട്ടോ. നമ്മൾ വട്ടിയൂർക്കാവ് റൂട്ട് പിടിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാപ്പ് ചേസ് ചെയ്ത് വന്നാൽ മതി, ഞാൻ ഈ സ്ഥലങ്ങൾ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ കഴിഞ്ഞായിരുന്നു, നമ്മളിപ്പോൾ 3-ാം മൂടിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആയിരവല്ലി റിവർ റോക്ക് വ്യൂ പോയിന്റും സെർച്ച് ചെയ്യുക, മാപ്പിൽ ഇടുക, വരിക, അത് തന്നെയാണ്. നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണോ അതിനനുസരിച്ച് റീലൊക്കേറ്റഡ് ആയിക്കോളും. അല്ലാതെ എല്ലാവർക്കും ചിലപ്പോൾ വട്ടിയൂർക്കാവ് വഴി തന്നെ വരണമെന്നില്ല, പല റൂട്ടുകളിൽ വഴിയും വരാൻ പറ്റും. പേടുള്ള അങ്ങ് കാട്ടാക്കട റൂട്ടുള്ളവർക്ക് പേട് വഴി വരാം, വേറെ റൂട്ടുണ്ട്, വേറെ ഒരുപാട് റൂട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മാപ്പ് ഇടാം, എനിക്ക് സ്ഥലം അറിയാം, എന്നാലും അടുത്തെത്താറാകുമ്പോൾ നമ്മൾ മാപ്പൊന്ന് ജസ്റ്റ് ഇടണം. വണ്ടി അത്യാവശ്യം ഓടുന്നുണ്ട്, അതുകൊണ്ട് ഓയിൽ ഞാൻ 1500 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യും കേട്ടോ. പഴയ വണ്ടിയല്ലേ, അല്ലെങ്കിൽ 2500 മാറ്റിയാൽ മതി. പഴയതായതുകൊണ്ട് ഞാൻ 1500 മാറ്റി. ആദ്യമൊക്കെ 2000 മാറ്റിയിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് 1500 തന്നെ ഞാൻ മാറ്റി, നല്ല രീതിയിൽ ഓടുന്നുണ്ടെങ്കിൽ. സോ 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 ക്ലൈമറ്റൊക്കെ അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. ലൈഫിൽ ഇത്രയും വർഷങ്ങളെടുത്തു ഇങ്ങോട്ട് വരാൻ എന്നുള്ളത്. കുഴപ്പമില്ല, ഇപ്പം തന്നെയാണ് എല്ലാത്തിൻ്റെയും ബെസ്റ്റ് ടൈമായിട്ട് എനിക്ക് തോന്നുന്നത്. നേരത്തെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പൊളിയാണ്, ഇത് തന്നെയാണ് അടിപൊളി. സോ യു മസ്റ്റ് ബി അലേർട്ട്. ഇനി 1.9 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. സോ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ടൊക്കെ വേണമെങ്കിൽ പോവാം, വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, വെറുതെ ഫാസ്റ്റാവാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു ഇടിവെട്ട് കർവാണ്, കർവുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ കോർണറുകളിൽ കൂടെ ഒരിക്കലും നടന്നു വരാൻ പാടില്ല കേട്ടോ, കർവ് വരുന്ന ഭാഗങ്ങളിൽ. അതിൻ്റെ ഔട്ട്വേർഡ് ആയിട്ടുള്ള പോർഷനിൽ കൂടെ നടന്നു വരാൻ പാടുള്ളൂ. കർവ് ശരിക്കും പറഞ്ഞാൽ വളച്ച് തന്നെ നമ്മൾ നല്ല കോർണർ ചെയ്ത് തന്നെ എടുക്കണം. കർവുകൾ എന്നാലേ വളയും, ഇല്ലേ അപ്പുറത്തെ സൈഡ് കയറി പോകും. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നവർക്ക് സൈഡിൻ്റെ കർവിൽ വളയും, ക്രാഷ് ആവും. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരിക്കലും കർവിൽ നടന്നു വരാൻ പാടില്ല. ഒരുപാട് തവണ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ റോഡിൽ നടക്കുന്ന ആൾക്കാരും വളരെയധികം ശ്രദ്ധിക്കണം, ബിക്കോസ് വളരെ അലേർട്ടാവണം നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അലേർട്ടായിട്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ നമുക്ക് പോകേണ്ടത് നേരെ കാണിക്കുകയാണ് കേട്ടോ, നേരെയാണ് കാണിക്കുന്നത്. സോ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് പ്ലേസ്. എന്താ ആൻറ്റി പുതിയ വഴി കണ്ടെത്തിയോ? ആൻറ്റി പുതിയ വഴി കണ്ടെത്തിയിരിക്കുകയാണ്. ആൻറ്റിയുടെ മുഖം കണ്ടില്ലേ, ആൻറ്റിക്ക് നമ്മളെന്തോ ചെയ്ത പോലെയാണ് ആൻറ്റിയുടെ ഒരു മുഖഭാവം. സോ ആൻറ്റിയുടെ മുഖഭാവം അതൊരു ടാസ്കാണേ.
അതൊരു അതൊക്കെ ഇവിടെ ഇരിക്കും. ആയിരവല്ലി റിവൽ മേലേക്കടവ്. മേലേക്കടവെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ആയിരവല്ലി റിവർ റോക്ക് വ്യൂ പോയിന്റ്. സദ്യോ ജാതമാം വദനം ഗംഗാ ചന്ദ്രസമാഗമതീർത്ഥം പ്രണവം നാഥമയുണരും തുടിയോ വെന്നിൽ. ഇത് കണ്ടായിരുന്നോ നിങ്ങൾ? ഇതാണ് ആ സ്ഥലം. ഇതായി പ്രകൃതിയും വികൃതിയും നിന്നിൽ സ്വരങ്ങളിലായി ലയങ്ങളിലായി. വാവ് 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 വാവ്. ഗ്രേറ്റ് ഗ്രേറ്റ്. വാവ്. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾ വരേണ്ടത്. കണ്ടായിരുന്നല്ലോ. മഴയും കൂടെ പെയ്ത ഒരു രക്ഷയില്ലായിരിക്കും കേട്ടോ. വെള്ളമൊക്കെ സത്യം പറഞ്ഞാൽ കുറവാണ്. ഇവിടുത്തെ പരിപാടികളിലൊക്കെ കൂടെ കൂടെയൊക്കെ പോയി നിന്നപ്പോൾ കണ്ടില്ലേ അകാലത്തിൽ പൊലിഞ്ഞുപോയ ജീവനുകൾ. ശ്രദ്ധിക്കുക. ഒരുപാട് പേര് മരിച്ചിട്ടുള്ള ഒരു സ്പോട്ടാണ്. മഴക്കാലങ്ങളിലൊന്നും ഇങ്ങോട്ട് വരാനായിട്ട് അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ. പിന്നെ നല്ല റഫായിട്ടുള്ള ഷൂസൊക്കെ ഇട്ട് വരിക. ചറക്കി അടിച്ച് വീഴാതിരിക്കുക. ചറക്കി അടിച്ച് വീഴാതിരിക്കുക മക്കളെ. ഭയാനകം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അതുപോലൊരു സ്ഥലമാണ്. സോ സദ്യോ ജാതമാം വദനം ഗംഗാ ചന്ദ്രസമാഗമതീർത്ഥം പ്രണവം നാഥമയുണരും തുടിയോ വേദകലാമൃതപുണ്യം പ്രകൃതിയും നിന്നിൽ വികൃതിയും നിന്നിൽ സ്വരങ്ങളിലായി ലയങ്ങളിലായി ശക്തി സ്വരൂപം ഓം ശിവോഹം ശ്രീ ശിവോഹം ഓം ശിവോഹം രുദ്രം ശ്രീകരം ಕುರಳಲಿ ಬಸಿದರು ಖಾಜಮೋ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀಲೆ ಗರುಡ ಗಮನ ನಮ್ನಾಪುರಗಡ ವಿಫಲನ ಪ್ರಾಣಪ್ರಿಯನು ನೀ. അങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. ചിറക്കി അടിച്ച് വീണ ക്യാമറയൊക്കെ തകിട് കൊടുക്കുക. ഒന്ന് വരാതിരുന്നെങ്കിൽ നഷ്ടം. ഇവിടെ പോണ വരാണ്ട്. ബ്രോ ഇതിന് വേറെ സൈഡ് ഉണ്ടോ? ഇവിടെ കൂടെയോ? വേറെ അപ്പുറത്തുനിന്ന് വഴിയുണ്ടോ? ഇങ്ങനെ പോയിട്ടുമല്ലോ ഉണ്ടോ? അവിടെ എങ്ങനെ ഉണ്ട്? പാപ്പനംകോട്. ഞാൻ പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് പറഞ്ഞത്. എൻ്റെ വീട് ഇവിടെ നിന്ന് 15 കിലോമീറ്റർ. 14.
ചെവി വരെ അടഞ്ഞു. ഭയാനക സ്പോട്ട് ബ്രോ, അത് വേറൊരു അന്തരീക്ഷം. ഇതും കിട്ടില്ല കേട്ടോ. അല്ല, കുഴിച്ചുമല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇനിയും പോകണമെന്നുണ്ട് അവിടെ. അന്ന് വിശദമായിട്ട് കാണാൻ പറ്റില്ല, നമ്മളൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. നമ്മൾ വിചാരിച്ച അവിടെ കട കാണുമോ, ഒരു കോപ്പുമില്ല അവിടെ, ഒരു പട്ടി പോലും ഇല്ല. എൻ്റെ മാമന്മാര് മാത്രമാണ്, ഫുഡും ഇല്ല. ഓ പോകണം. അവിടെ മറ്റേ ഗ്രൂപ്പായിട്ട് പോയാലാണ് എന്തോ ചെയ്യാൻ പറ്റും, ഒറ്റയ്ക്ക് പോയാൽ പാടാണ്. കുറേ സംഭവങ്ങൾ ഗ്രൂപ്പാണ്. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, പിന്നെ അതെ അതെ. അതെ, പോണം. ഉണ്ടായിരുന്നില്ലേ? ഇത് മറ്റേ അനന്തഭദ്രത്തിലെ സ്ഥലം പോലെയാണ്. ഇത് രക്ഷയില്ലല്ലോ മോനെ. ഇവിടെ കൂടെ മഴ ഇനിയിപ്പോ വരുമല്ലോ. യെസ് ഫ്രണ്ട്സ്, കണ്ടായിരുന്നു സ്പോട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. കറക്റ്റല്ലേ ബ്രോ? എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് സ്പോട്ട്? ക്യാൻ എൻജോയ് all the ഇതൊക്കെ അനുഭവിക്കാതെ എന്തിനാ ഭൂമിയിൽ അത് ആദ്യം ഇതൊക്കെ അനുഭവിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇതുപോലൊരു സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാതിരിക്കുന്നു എന്നൊക്കെ പറയുക, ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ഒരു അയ്യേ എന്നാണ് തോന്നുന്നത്. സോ പ്രത്യേകിച്ച് ഈ മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കിടിലം വൈബ്. വെള്ളച്ചാട്ടത്തിൽ മഴക്കാലത്ത് ഒരിക്കലും വരരുതെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ബട്ട് മഴക്കാലത്താണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു കളർ ഗ്രേഡിങ് കറക്റ്റായിട്ട് നമ്മളെ കണ്ണിൽ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സോ നമുക്ക് വീണ്ടും യാത്ര ആരംഭിക്കാം ഫ്രണ്ട്സ്. യെസ്, ഇനി നമുക്ക് പൊളിക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ എപ്പിസോഡ്. ഇതിൻ്റെ ബാക്കി കാണാനായിട്ട് നിങ്ങൾ എപ്പിസോഡ് 2-ന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എപ്പിസോഡ് 2 നാളെ അല്ലെങ്കിൽ ഉടനെ വരും ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള കിടിലൻ ട്രാവൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സ്ട്രെങ്ത്തും നമ്മുടെ ചാനലിൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ ലൈഫിൻ്റെ തന്നെ സ്ട്രെങ്ത്തും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.